ഇതാണ് ഇവിടത്തെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ബൈപ്പാസ് ആണ് ആക്ച്വലി. പാലങ്ങളെല്ലാം നമ്മുടെ ഒരു അഡ്വഞ്ചർ പാർക്ക് പോലെയാണ്. ഇങ്ങനെ കയറി അങ്ങ് പൊങ്ങ വരും, അതുപോലെ തന്നെ അങ്ങ് താന്നു പോകും. അപ്പോൾ അതുപോലെ ബ്ലൈൻഡ് സ്പോട്ടാണ് ആക്ച്വലി അല്ലേ, എല്ലാം ഫുള്ള് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഞാനും എൻ്റെ അളിയനാണിത്. നമ്മൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരി ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. MC വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് തോന്നി ഇപ്പോൾ ആലപ്പുഴ ബൈപ്പാസ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുവഴി ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടനാട് വഴി പോയിക്കൊണ്ടിരിക്കുവാണ്. കുട്ടനാടിൻ്റെ എന്തോ ഭംഗി, കുട്ടനാടിൻ്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുവാണ്. പക്ഷെ നടക്കുന്നില്ല, ഭയങ്കര ബ്ലോക്കാണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, രാത്രി നമ്മളിതൊരു പോയത്. അപ്പോൾ അത് നിങ്ങൾ കാണുന്നത് ഇനി ആയിരിക്കും. അതുമാത്രമല്ല, അളിയൻ്റെയൊക്കെ കൂടെ നമ്മൾ കുറേ അധികം വീഡിയോസ് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ട്രിപ്പ് പോയതും ഇപ്പോൾ എറണാകുളത്ത് തന്നെ നമ്മൾ ഈ പോകുന്നതിൻ്റെ കാര്യമൊക്കെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണും. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബൈപ്പാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും, രണ്ടാമത് എൻ്റെ ഹീറോ 8 ഗോപ്രോയിലാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ട്രാവൽ ചെയ്യുന്ന സമയത്തും. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, എന്നാൽ പോലും ഈ ഒരു ഗോപ്രോയിൽ എടുക്കുന്ന വിഷ്വൽസും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷനും ഈ ഒരു ഹൈപ്പർ സ്മൂത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. വിണ്ണൈ താണ്ടി വരുവായ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത ഒരു പള്ളി ഉണ്ടല്ലോ ആലപ്പുഴ, അതാ ഈ വഴി അങ്ങോട്ട് പോകുമ്പോഴാണ്. ഞാനും ഗോകുലും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നതിന് മുമ്പേ 6 മാസം ബുക്ക് ചെയ്ത് കിട്ടുന്ന താറുമായിട്ട് ഇതാ ഒരാൾ പോകണ്ട. പുതിയ വണ്ടിയാണ്. കുട്ടനാട് കാണാൻ പറ്റുന്നില്ല. പാടശേഖരം ഹൈപ്പർ സ്മൂത്ത് ആയിട്ട് നെടുമുടി കാവാലം അല്ലേ? നമ്മൾ ഇനി കയറാൻ പോകുന്നതാണ് നെടുമുടി പാലം. ഇതാ ഇത് കണ്ടോ, നെടുമുടിയാണെന്നുള്ള പേരേ ഉള്ളൂ, കൊടുമുടി കണക്കാണ് ഇരിക്കുന്നത്. ഹൗസ് ബോട്ട്സ് കണ്ടോ? ഹൗസ് ബോട്ട് ഇല്ല, കുറവാണല്ലേ ഹൗസ് ബോട്ട്. രാവിലെ ഈ ഏരിയയിലൊക്കെ ഇവിടെ ഉള്ള ഇതങ്ങ് നേരെ പുന്നമട കായലിലങ്ങ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ ബോട്ട് കാണും. ഹൗസ് ബോട്ട്സ് കണ്ടോ? അതുകൊണ്ട് അതാണ് ബൈപ്പാസ് കേട്ടാ. സിഗ്നൽ ഉണ്ടോ അവിടെ നിന്ന്? ഇതുവഴി കയറിക്കോ.
നമ്മൾ അന്ന് തിരിച്ചിറങ്ങി വന്ന ഈ വഴിയാണ്. ഇവിടെ തന്നെ ഇടി കംപ്ലീറ്റ് നടക്കുന്നത്. ഓ ഇത് ഒരു വഴി തന്നെ സംഭവം. കേട്ടോ നമ്മളെ പോകാനൊന്നും അനുവദിക്കില്ല. കൊച്ചി 67 കിലോമീറ്റർ. കേറിക്കോ കേറിക്കോ. കുത്തി വെച്ചാലുണ്ട് വെറുതെ തരുമോ? ML ഏതാ പോണ? ഏതാ ML? അപ്പോൾ ഇതാ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിലൂടെയാണ്. നമ്മൾ നേരെ ആ ഒരു ചങ്ങനാശ്ശേരി ബൈപ്പാസ് കയറിയിട്ട് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ, നമ്മൾ ലെഫ്റ്റ് എടുക്കാനൊന്നും പോയില്ല, തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ടായിരുന്നു. ആ പോക്കറ്റ് റോഡ് ഒത്തിങ്ങ് കയറിയത് ബൈപ്പാസിലാണ്. ആ ബൈപ്പാസ് ഒരു കയറിയപ്പോൾ തന്നെ നല്ല ബ്ലോക്കാണ്. ബൈപ്പാസ് വന്നിട്ടും ഉപയോഗമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. എന്നാലും ഇപ്പോൾ ഒരു പാലമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതെ, സിംഗിൾ ലൈൻ ആണ്. ആക്സിഡന്റ് വന്നതുണ്ട്. ഈ കാണുന്നത് ആക്ച്വലി കടലാണ്. കണ്ടോ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫ്ലൈ ഓവറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിമിറ്റഡ് സ്പീഡ് 40 കിലോമീറ്റേഴ്സ്. ഇതാണ് 3.2 കിലോമീറ്റേഴ്സ്, 3.2 കിലോമീറ്റേഴ്സ് ഈ ഒരു എലിവേറ്റഡ് എന്താ പറയുക ഹൈവേ ആണ് ആക്ച്വലി നമുക്ക് കിട്ടുന്നത് ഈ ഒരു 6.8 കിലോമീറ്റേഴ്സിനകത്ത്. ബൈപ്പാസ് ടോട്ടൽ 6.8 ആണെങ്കിലും ഈ ഒരു 3.2 കിലോമീറ്റേഴ്സ് എലിവേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബൈപ്പാസിന്റെ പ്രത്യേകത ഇത് തന്നെയാണ്. നമ്മുടെ കണ്ടോ ഇടത് സൈഡിൽ കടൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാവരും കൊണ്ടുവന്നാ നിർത്തി വെറുതെ അല്ല, മെയിനായിട്ട് ബ്ലോക്ക് ആവുന്നതിൻ്റെ ഒരു കാര്യം.
കൊച്ചി. നമ്മള് വന്ന പഴയ റോഡായടാ. 4 ട്രാക്ക് ലൈൻ കിട്ടുകയാണെങ്കിൽ ഓക്കെ. ഇനി നമ്മൾ കുറേ ദൂരം പോകേണ്ടിയിരിക്കുന്നു. ചേർത്തല ഒട്ടട്ടല്ലേ ഉള്ളൂ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചി. അപ്പോൾ ഇത്രയാണ് നിങ്ങളിപ്പോൾ ഇത്രയും കണ്ടുകൊണ്ടിരുന്നതാണ് നമ്മുടെ ആലപ്പുഴ പുതിയ ബൈപ്പാസ് എന്ന് പറയുന്നത്. ആക്സിഡൻറ്റ്സ് കൂടുതലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ബൈപ്പാസ് ഓപ്പൺ ചെയ്ത ദിവസം മുതൽ എന്തായാലും അതിനൊരു റീസൺ തന്നെ നിങ്ങളിപ്പോൾ കണ്ടു കാണും. സ്ട്രെയിറ്റ് റോഡാണ്, അതുപോലെ തന്നെ പിന്നെന്താ പറയുക, ഭയങ്കര ബ്ലോക്കാണ്. അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത യൂ ടേണും അതും ഇതുമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. കൊള്ളാം. എന്തായാലും ബൈപ്പാസ് അത്യാവശ്യം അല്ലേ, ബ്ലോക്ക് ആണെങ്കിലും കുഴപ്പമില്ലാതെ വന്നു. വളരെ ഫെയിലിയർ ആണ്. അതെ, ബൈപ്പാസ് എന്ന് പറഞ്ഞത് സിംഗിൾ ട്രാക്ക് ബൈപ്പാസ് ഉണ്ടായിട്ട് ട്രാഫിക് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ട്രാഫിക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇതില് ട്രാഫിക് എന്തായാലും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത്, കൊച്ചിയിൽ എറണാകുളം അല്ല, ന്യൂസിലും ഒക്കെ അത് തന്നെയാണ് അവർ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോണ ആൾക്കാർക്ക് ടൗണിൽ കയറണ്ട, അത് തന്നെയാണ് സത്യം. അല്ലാണ്ട് ട്രാഫിക് അവർ പറയുന്നതേ ഇല്ല ഇതിനകത്ത്. അതുപോലെ തന്നെയാണ് കേട്ടോ. കൊച്ചിയിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ടൗണിൽ കയറണ്ട. എന്തായാലും വർഷങ്ങൾ അല്ലേ, ഒരു 40-50 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പ്രോജക്റ്റാണ് ഇപ്പോൾ അത് സാക്ഷാത്കരിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് പ്രൗഡാവാൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും ഓക്കെയാണ്. പക്ഷെ ആ ഒരു ബൈപ്പാസ് ഇറങ്ങി വന്നാൽ പോലും ഇത് കണ്ടോ, തുമ്പോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ബൈപ്പാസ് വന്നിട്ട് അതൊന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബൈപ്പാസ് വന്നത് കൊണ്ട് ഉപയോഗം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായാലും കടലിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് നമുക്ക് വരാമെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് തന്നെയായിരുന്നു ഈ ഒരു ആലപ്പുഴ നമ്മുടെ ബൈപ്പാസ് കാണിച്ചു തരണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ബൈപ്പാസ് നിങ്ങൾ ഈ ഒരു ചങ്ങനാശ്ശേരി ബൈപ്പാസ് കണ്ടു എന്നുള്ളതാണ്. രണ്ടും സിംഗിൾ ലൈൻ അല്ലെങ്കിൽ സിംഗിൾ ട്രാക്ക് റോഡായിരുന്നു എന്നുള്ളതാണ് രണ്ടിലും നമുക്ക് കാണാൻ സാധിച്ചത്. ബൈപ്പാസുകളിലൂടെ വന്ന് ബൈപ്പാസുകളിലൂടെ പോകുകയാണ് നമ്മൾ. അടുത്ത ഇനി കയറാൻ പോകുന്ന ചേർത്തല ബൈപ്പാസിലാണ്. അപ്പോൾ അതെന്തായാലും ഇനി കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ ബൈപ്പാസ് ഇപ്പോൾ കണ്ടു എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഈ ഒരു ഗോപ്രോയുടെ ടെസ്റ്റ് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. 1080 ഫുൾ HD അതുപോലെ തന്നെ 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കളർ എന്ന് പറയുന്നത് ഗോപ്രോയുടെ കളറാണ്. ഞാൻ എന്തായാലും ഇത് എഡിറ്റ് ചെയ്യുന്നില്ല, കളർ ഒന്നും ചെയ്യുന്നില്ല. കളർ ജസ്റ്റ് ഒരു ഡീഫോൾട്ട് ഗോപ്രോയുടെ കളറാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ. കളർ ചേഞ്ചോ ബ്രൈറ്റ്നസ്സോ സാച്ചുറേഷനോ ഒന്നും തന്നെ ഞാൻ കൂട്ടുന്നില്ല അല്ലെങ്കിൽ കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. മൈക്ക് എന്ന് പറയുന്നത് ഗോപ്രോയിൽ നിന്നും ഇതിൻ്റെ ഇൻബിൽറ്റ് മൈക്കിൽ നിന്നും കേൾക്കുന്ന ഒരു ഓഡിയോ ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. എന്തായാലും ബൈ. ഒരു ബൈ വന്നേക്ക്.